നമസ്കാരം. മലയാള സിനിമയിൽ നിന്ന് കുറച്ചു കാലമായി പണം തട്ടിപ്പിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കൾ വഞ്ചിച്ചു എന്നത് വലിയ വിവാദമായി മാറിയ സംഭവമായിരുന്നു. ഇതിന് പിന്നാലെ സമാനമായ മറ്റ് സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും പുറത്തു വന്നു. സിനിമയിൽ നിന്ന് വീണ്ടും ഒരു നിയമവ്യവഹാരത്തിന്റെ കഥയാണ് പുറത്തു വരുന്നത്. RDX സിനിമയുടെ സംവിധായകനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചു എന്നതാണ് വാർത്ത. 1 കോടി രൂപയിലേറെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സോഫിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ സംവിധായകൻ നഹാസിന് കോടതി സമൻസ് അയച്ചു. സംവിധായകൻ കരാർ പാലിക്കാതെ വഞ്ചിച്ചു എന്നതാണ് ആരോപണം. കരാർ ലംഘനം ആരോപിച്ചാണ് RDX സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിനെതിരെ നിർമ്മാതാവ് സോഫിയ പോളും നിർമ്മാണ കമ്പനിയും കോടതിയെ സമീപിച്ചത്. RDX സിനിമ സംവിധാനം ചെയ്യാൻ നവാഗതനായ നഹാസിന് 15 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു കരാർ. രണ്ടാമത്തെ സിനിമയും ഇതേ നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാകണമെന്ന ഉപാധിയും കരാറിലുണ്ടായിരുന്നു. കരാർ പ്രകാരം 15 ലക്ഷം രൂപ നഹാസിന് നൽകി. ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അഡ്വാൻസായി 40 ലക്ഷം രൂപയും പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കായി 4,82,000 രൂപയും നൽകിയെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം പുതിയ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറുകയാണെന്ന് നഹാസ് അറിയിച്ചുവെന്നാണ് ആരോപണം. പലതവണ സിനിമ തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നഹാസ് വഴങ്ങിയില്ല. തുടർന്നാണ് വാങ്ങിയ തുകയും 50 ലക്ഷം നഷ്ടപരിഹാരവും അടക്കം ആവശ്യപ്പെട്ട നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. 18% പലിശയടക്കം 1 കോടിയിലേറെ രൂപ തിരികെ നൽകണമെന്നാണ് ആവശ്യം. ഹർജിയിൽ ഓഗസ്റ്റ് 6-ന് ഹാജരാകണമെന്ന് കാണിച്ച് നഹാസിന് എറണാകുളം സബ് കോടതി സമൻസ് അയച്ചു. സമൻസ് ലഭിച്ചിട്ടില്ല എന്ന് നഹാസ് ഹിദായത്ത് പ്രതികരിച്ചു. നേരത്തെ സിനിമയ്ക്ക് 6 കോടി രൂപ മുതൽ മുടക്കിയിട്ടും കരാർ പ്രകാരമുള്ള ലാഭവിഹിതവും കണക്കും നൽകിയില്ല എന്നാരോപിച്ച് സോഫിയ പോളിനെതിരെ തൃപ്പൂണിത്തറ സ്വദേശി അഞ്ജന എബ്രഹാമും പോലീസിൽ പരാതി നൽകിയിരുന്നു.